നമസ്കാരം. ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ. ദുരന്ത ഭൂമിയിലെ രക്ഷകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമ്പോൾ ആപത്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളിയാണ് രഞ്ജിത്ത്. ഇന്ത്യൻ സൈന്യത്തിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സിവിലിയൻ സൂപ്പർമാൻ. ബൈബിളിലാണ് വിശ്വാസം. രഞ്ജിത്ത് ഇസ്രായേൽ എന്ന പേരിലുള്ളത് ആ വിശ്വാസമാണ്, അതിനപ്പുറമൊന്നുമില്ല. മാതൃരാജ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കാൻ ആഗ്രഹം. ഇന്ന് ദുരന്തഭൂമിയിലെ രക്ഷകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ. തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗോകുൽ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ്, ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് രഞ്ജിത്ത് ഇസ്രായേൽ എന്ന അസാധാരണ മനസ്സുള്ള വ്യക്തി. ദുരന്തമുഖങ്ങളിൽ ജീവന്റെ തുടിപ്പ് തേടിയെത്തുന്ന രക്ഷാപ്രവർത്തകനാണ്. ആരും വിളിച്ചില്ലെങ്കിലും ദുരന്തഭൂമിയിലേക്ക് ആദ്യം എത്തും രഞ്ജിത്ത്. തന്റെ അസാധാരണമായ ധൈര്യവും സേവനബോധവും കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ് ഈ തിരുവനന്തപുരത്തുകാരൻ. 2013 ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം, 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, 2020 ഇടുക്കി പെട്ടിമുടി ഉരുൾപൊട്ടൽ, ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തം തുടങ്ങിയ വിവിധ ദുരന്തമുഖങ്ങളിൽ രക്ഷാകരങ്ങൾ നീട്ടി രഞ്ജിത്ത് എത്തിയിട്ടുണ്ട്. പ്രതിഫലമൊന്നുമില്ലാത്ത അദ്ദേഹത്തിന്റെ സേവനവുമായി. സഹോദരങ്ങൾ വിദേശത്താണ്. അവർ രഞ്ജിത്തിന് വേണ്ടി വിദേശത്തേക്കായി വിസയും ഒരുക്കി. എന്നാൽ രഞ്ജിത്തിന് മാതൃരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ആഗ്രഹം. 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരമായിരുന്നു രഞ്ജിത്ത്. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്തിന് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടു. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകൾ, മലകയറ്റം, വനത്തെ അതിജീവിക്കുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ പരിശീലനവും നേടിയിട്ടുണ്ട്. സൈന്യത്തിൽ നിന്നും പോലും പരിശീലനം ചെയ്തു. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്തിന് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെടുകയായിരുന്നു. സൈനിക സ്വപ്നങ്ങൾ തകർത്തത് 21 വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു. പിന്നീട് അസുഖം ഭേദമായപ്പോഴും പ്രായം കൂടി. പിന്നെ സൈന്യത്തിൽ ഭാഗമാകാനായില്ല. പക്ഷേ മനസ്സ് സൈന്യത്തിനൊപ്പമായി. അങ്ങനെ സ്വയം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. നിരവധി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ഷിരൂരിലെ സാഹസികതയുമായി ഏവരുടെ മനസ്സിലേക്ക് കൂടി കയറുകയാണ്. 33 വയസ്സുള്ള രഞ്ജിത്ത് ഇസ്രായേൽ ഇനിയും വിവാഹിതനല്ല. രക്ഷാപ്രവർത്തനത്തോടുള്ള താല്പര്യമാണ് വിവാഹം മുടങ്ങാൻ കാരണമത്രേ. ജീവൻ അപകട മുൻപിൽ നിർത്തി നീങ്ങുന്ന രഞ്ജിത്തിന്റെ കല്യാണം പല ഘട്ടങ്ങളിലും ഈ ധീരത കാരണം മുടങ്ങി. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവൻ രക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. മികവാർന്ന സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ജീവിതത്തിലെ സമ്പാദ്യം. കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 40 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളിയായിരുന്നു. പ്രതിഫലമൊന്നുമില്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സേവനം. അതേസമയം അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിലേക്ക് നീങ്ങുമ്പോൾ നിർണായക വെളിപ്പെടുത്തലുമായി ദൃക്സാക്ഷി അഭിലാഷ് രംഗത്ത് വന്നിരുന്നു. അങ്കോളയിലെ പഞ്ചർ കടയിൽ തന്റെ വാഹനത്തിന് ടയർ നന്നാക്കുന്നതിനിടെ വലിയൊരു ശബ്ദം കേട്ടുവെന്നും നോക്കിയപ്പോൾ മണ്ണിടിച്ചിലിൽ ഒരു ടാങ്കർ ഗംഗാവലി നദിയിലേക്ക് ഒലിച്ചു പോകുന്നതായി കണ്ടുവെന്നുമായിരുന്നു അഭിലാഷ് ചന്ദ്രന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ അർജുൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ട്രക്ക് നദിയിലേക്ക് ഒഴുകി പോകുന്നതായി താൻ കണ്ടില്ലെന്നും അഭിലാഷ് പറഞ്ഞു. മണ്ണിടിച്ചിൽ നടന്നതിന് 100 മീറ്റർ ഇപ്പുറത്താണ് പഞ്ചർ കട സ്ഥിതി ചെയ്തിരുന്നത്. അർജുന്റെ വാഹനം ഒഴുകിപ്പോകാൻ സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു. റോഡിന്റെ എതിർവശത്താണ് അർജുന്റെ ട്രക്ക് നിർത്തിയിട്ടിരുന്നത്. റോഡിന്റെ മധ്യഭാഗത്ത് ഡിവൈഡർ ഉള്ളതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ലെന്നും അഭിലാഷ് പറഞ്ഞു. അർജുന്റെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന തൊട്ടടുത്ത് മറ്റൊരു ടാങ്കർ നിർത്തിയിട്ടിരുന്നു. പിന്നീട് മണ്ണിടിച്ചിൽ തുടർന്നപ്പോൾ അവിടെ നിന്നും ആ ടാങ്കർ മാറ്റിയിട്ടു. ആ സമയം അർജുന്റെ വാഹനം അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനം മണ്ണിൽ ആണ്ടുപോയിട്ടുണ്ടാവാനാണ് സാധ്യതയെന്നും അഭിലാഷ് പറയുന്നു.